ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കീം 2025 റിലേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഓപ്ഷണലൈസേഷൻ ടൈമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ബേസിസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടലിൽ കയറിയാൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ഏത് കോളേജാണ് കിട്ടിയെന്ന് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഇനി അലോട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയവരുടെ ശ്രദ്ധയ്ക്കായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഫീ ഉണ്ടാവും, അലോട്ട്മെന്റ് ഫീ ടു ബി പെയ്ഡ് എന്ന് പറഞ്ഞ്. ഫീ ഓൾറെഡി പെയ്ഡ്, അത് ഓപ്ഷനേഷൻ ടൈമിലെ ഫീ ആയിരിക്കും. അതല്ലാണ്ട് ഫീ ടു ബി പെയ്ഡ് കാണും. അപ്പൊ ആ ഫീ നിങ്ങൾ ഓൺലൈനായിട്ട് 25th 11 AM ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അടയ്ക്കേണ്ടതാണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കി നിൽക്കേണ്ട, അതിന് മുമ്പേ അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫീ അടിച്ചാൽ നമുക്ക് സീറ്റ് കൺഫേം ആവുന്നതാണ്. അപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് കഴിഞ്ഞുകൊണ്ട് അഡ്മിഷൻ എടുക്കണമെന്ന്. നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുത്താൽ മതി. പിന്നത്തെ ഡൗട്ട് ആയിരിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ പ്രിഫർ ചെയ്ത ഓപ്ഷൻ അല്ലായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത്, അപ്പൊ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാകും. പക്ഷെ അടിച്ചേ പറ്റൂ. ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ ഈ ഫീ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റിൽ നിന്ന് തന്നെ നിങ്ങൾ പുറത്താവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫീ അടിച്ച് ഈ സീറ്റ് ഈ കോഴ്സും കൺഫേം ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അങ്ങനെ ഒരു ഓപ്ഷൻ പോലെ വരും. നിങ്ങൾക്ക് അപ്പോൾ എസ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലോട്ടുള്ള അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾ ആ പ്രിഫർ ചെയ്ത ഹയർ ഓപ്ഷനിൽ നിൽക്കുന്ന കോഴ്സ് വരും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അയ്യോ ആ കോഴ്സ് വേണ്ടായിരുന്നു, ഫസ്റ്റ് കിട്ടിയത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സെക്കൻഡ് കിട്ടിയത് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾ ഫസ്റ്റ് കിട്ടിയതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫീസ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അതായത് നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് മാത്രം അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ കിട്ടിയ കോളേജ് ആണെങ്കിലും അതല്ല സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടുന്ന പുതിയതായിട്ട് കിട്ടുന്നതാണെങ്കിലും ഹയർ ഓപ്ഷൻ കിട്ടുന്നതാണെങ്കിലും എന്തോ ആണെങ്കിലും സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് മാത്രം അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമേ നിങ്ങൾക്ക് ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന് താഴെ കാണാൻ പറ്റും കുറെ സർട്ടിഫിക്കറ്റ്. നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകേണ്ട സമയത്തുള്ള സർട്ടിഫിക്കറ്റ്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കേണ്ടത്, അതൊക്കെ ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിലായിട്ട് പറയാം. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. അതിനകത്ത് മിക്കവർക്കും ഡൗട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഡേറ്റ ഷീറ്റ് ആയിരിക്കും. അത് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ പോർട്ടലിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും നമ്മുടെ പ്ലസ് ടുവിന്റെ മാർക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് സംഭവമായിരിക്കും. അത് നമുക്ക് PDF ആയിട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ എഴുതിയായിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആരും അഡ്മിഷൻ എടുക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുത്താൽ മതി. ഇപ്പൊ അലോട്ട്മെന്റ് കിട്ടിയവരെല്ലാം പോയി ഉടനെ 25-ാം തീയതി 11 മണിക്കുള്ളിൽ പോയി ഫീ അടയ്ക്കുക. അലോട്ട്മെന്റ് ഫീ അടച്ച് സീറ്റ് കൺഫേം ചെയ്യുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് സീറ്റ് കൺഫേം ആവും. അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റിന്റെ ആ ഒരു പ്രോസസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ പുറത്താകും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹയർ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് ഏത് സീറ്റാണോ ഏത് കോഴ്സാണോ ഏത് കോളേജാണോ കിട്ടുന്നത് വെച്ചാൽ അവിടെയാണ് നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. അതല്ല ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ അടച്ച ഇത് തന്നെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയുമ്പോഴും ഈ കോഴ്സോ ഈ കോളേജ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ആ ടൈമിൽ പോയി അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ടു മൈ കമന്റ് സെക്ഷൻ ഓർ യു ക്യാൻ കോൺടാക്ട് മീ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ID എന്റെ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ വരെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പെട്ടെന്നാണെങ്കിലും അത് ചെറിയ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ അത്യാവശ്യം എനിക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയും ബൈ.